സരയുവിനെ താര കൊന്ന ശേഷം സ്വയം ജീവിതം അവസാനിപ്പിക്കുകയുമാണ് താര. അതെ, സരയു കിരണും കല്യാണിക്കും അവരെ ഇഷ്ടപ്പെടുന്നവർക്കും അവരുടെ ജീവന് ഭീഷണിയാണെന്ന് മനസ്സിലാക്കുന്ന താര തന്നെ ഒരിക്കൽ സംരക്ഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത കിരണും കല്യാണിക്കും വേണ്ടി സരയു എന്ന ആ ദുഷ്ട മനസ്സിനുടമയായ അവളോട് അങ്ങനെ ചെയ്യുകയാണ്. സരയുവിനെ തിരുത്താൻ നോക്കുന്നുണ്ടെങ്കിലും സരയു അതൊന്നും ചെവിക്കൊള്ളുന്നില്ല. അവസാനം പ്രകാശൻ സ്വീകരിച്ച അതേ വഴി തന്നെ താരയും സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. വിക്രമിനെ ഇല്ലാതാക്കിയതുപോലെ സരയുവിനെയും താര തന്നെ, അധികാരമുള്ള താര തന്നെ ഇല്ലാതാക്കുന്നു. അത് കഴിഞ്ഞ് താരയ്ക്ക് ജീവിക്കാൻ കഴിയില്ലായിരുന്നു. അങ്ങനെ സ്വയം ജീവിതം താര തന്നെ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാരണം കിരണും കല്യാണിക്കും നല്ലത് മാത്രം വരണമെന്നും തൻ്റെ മകൾ ഒരിക്കലും നന്നാവില്ലെന്നും കിരണെ സ്വന്തമാക്കാനുള്ള ആർത്തിയിൽ അവൾ കല്യാണിയെ ഇല്ലാതാക്കുമെന്ന് മനസ്സിലാക്കുന്ന താരയ്ക്ക് അവസാനം അതല്ലാതെ മറ്റൊന്നും ചെയ്യാൻ പറ്റാതെ വരികയാണ്. ഒരിക്കലും സരയു മാറത്തില്ലെന്നും സരയുവിനെ തിരുത്താൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും വലിയ ഭീഷണിയാണെന്ന് മനസ്സിലാക്കുന്ന താര അങ്ങനെ സരയുവിനെ കൊന്നുകളയുകയാണ് ചെയ്യുന്നത്. അതോടുകൂടി എല്ലാത്തിനും അവസാനമാവുന്നു.